ഹലോ മൈ ഡിയർ ടൈറ്റൻസ്, ഗോഡ്സില ഫാൻസിനും കോങ് ലവേഴ്സിനും ഗിഡോറാഹ് വെരിയർക്കുമെല്ലാം സ്വാഗതം. വെസ്റ്റർ ഹൗസിൽ നിന്ന് നമ്മൾ മോൺസ്റ്റർ വേഴ്സ് ലോകത്തേക്ക് കടക്കുകയാണ്. മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് ആദ്യ സീസൺ കണ്ടവരും സീസൺ റീക്യാപ്പ് വീഡിയോ കണ്ടവരും റെഡി അല്ലേ ഇനിയുള്ള കാഴ്ചകളിലേക്ക്? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് സീസണിൽ ഗോഡ്സിലയുടെയും മറ്റ് ടൈറ്റൻസിൻ്റെയും വിളയാട്ടമായിരുന്നെങ്കിൽ ഇനി നടക്കപ്പോറത് കോങ്ങിൻ്റെ അത്ഭുതമാണ് സംഭവങ്ങൾ താൻ എന്നൊരു ബാങ്ങർ ബ്ലോക്കിലായിരുന്നില്ലേ സീസൺ ഫിനാലെ അവസാനിപ്പിച്ചത്. പുതിയ സീസണിലേക്ക് കടക്കുമ്പോൾ ഒട്ടും സമയം കളയണ്ട, വലിയ ബിൽഡപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഐറ്റത്തിന്. നേരെ കാടിളക്കി അലറി ഭ്രാന്ത് പിടിച്ചിറങ്ങി വരുവാണ് പായൻ. ആക്സിസ് മുണ്ടിൽ നിന്ന് കെയ്റ്റിനൊപ്പം മെയ്യും കെയ്ക്കോയും വോം ഹോളിലേക്ക് കടന്നപ്പോൾ അവരെ റിയൽ വേൾഡിലുള്ള സ്കൾ ഐലൻഡിലേക്ക് എത്തിക്കാൻ സഹായിച്ച പോർട്ടലിന് പിന്നിൽ മൊണാർക്ക് മാത്രമായിരുന്നില്ല. ആ ഗ്രൂപ്പുമൊത്ത് ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എയ്പെക്സ് സൈബർനെറ്റിക്സ് കൂടി ചേർന്നിട്ടായിരുന്നു എന്ന് നമുക്ക് മുന്നിൽ റിവീലായിരുന്നു. തിരികെ എത്തി മൂവർക്കൊന്ന് സ്വസ്ഥമായി ശ്വാസം വിടാൻ ടൈം കിട്ടും മുന്നേ സ്കൾ ഐലൻഡ് അധിപൻ കോങ് പ്രകോപിതനായി വാഹനമൊക്കെ എടുത്തെറിഞ്ഞ് ആ ബേസിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അവിടെ ഓരോരുത്തർ രക്ഷപ്പെടാൻ തലങ്ങും വിലങ്ങും ഓടുകയും ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാനൊക്കെ നോക്കവേ കോങ്ങിൻ്റെ കാലിനടിയിൽപ്പെട്ടും മുന്നിൽ കാണുന്ന ഒരു കോപ്റ്റർ ചുഴറ്റി എറിഞ്ഞുമൊക്കെ കൊല വെരിയിൽ നിൽക്കെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ പ്രധാനികളായ കെയ്റ്റും കെൻഡാരോയും മെയ്യും കെയ്ക്കോയും ഹിരോഷിയും അവൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നു. ശ്വാസം അടക്കി പിടിച്ചിരിക്കെ ഇവരും കോങ്ങും മുഖാമുഖമത്തുള്ളൊരു നോട്ടമുണ്ട്. കണ്ടാൽ തന്നെ മുള്ളിപ്പോണത്ര അതിശക്തമായ തിളയ്ക്കുന്ന ആ കണ്ണുകൾ. എന്തായാലും കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, പക്ഷേ 16 പേരോളം മിനിമം മരിച്ചിട്ടുണ്ട്. സ്കൾ ഐലൻഡിൽ നിന്ന് പുറത്ത് കടക്കുന്നതിലും ഇവർക്ക് പിടികിട്ടാത്തത് കോങ് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പ്രകോപിതനായി എന്നാണ്. ഒരു വേള ബോംബ് ഹോൾ ഉപയോഗിച്ച് കെയ്റ്റിനെയും സംഘത്തെയും എത്തിച്ചതിന് എന്തോ ഒരു ട്രിഗർ ആകാം ഇതെന്ന് അവർ അനുമാനിക്കുമ്പോൾ പിന്നീട് നമ്മൾ കെയ്ക്കോയെ കാണുന്നത് ഒരു ഐസൊലേറ്റഡായ മെഡിക് റൂമിലായി കുറേ പേര് നിന്ന് അവരെ പരിശോധിക്കുന്ന സിറ്റുവേഷനിലും. കെയ്ക്കോ ഇവരെല്ലാം കണ്ട് പേടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, 58 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ അവർ വീണ്ടും റിയൽ വേൾഡിൽ എത്തിയിട്ടുള്ളത്. പുതിയ ലോകവും മനുഷ്യരുടെ ടെക്നോളജിയും സിസ്റ്റവും ലുക്കും എല്ലാം കണ്ട് ഞെട്ടിത്തരിക്കുന്നത് സ്വാഭാവികം. 1959 കസാഖിസ്ഥാനിൽ വെച്ച് ഇവർ ആക്സിസ് മുണ്ടിലേക്ക് പെട്ടു പോകുന്നത്. അന്ന് 30s കീക്കോയ്ക്ക് 2017 എത്തി നിൽക്കുമ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് 90 വയസ്സിന് മേലെയുണ്ട്. പക്ഷേ കണ്ടാൽ പറയൂ. സോ ഫിസിക്കലി സ്പീക്കിംഗ് കെയ്ക്കോയ്ക്ക് 34-36 വയസ്സ് പ്രായം തന്നെ. കാരണം ആക്സിസ് മുണ്ടിൽ കെയ്ക്കോയ്ക്ക് ചിലവഴിക്കേണ്ടി വന്നത് കേവലം 2 മാസം മാത്രമാണല്ലോ, അത്രയില്ല 57 ദിവസം. ഇത്ര സമയം മറ്റൊരു ഡൈമെൻഷനിൽ കഴിഞ്ഞതിൻ്റെ ആ ഒരു ആലസ്യം മോണിറ്റർ ചെയ്ത് നിൽക്കുന്ന മെഡിക് ടീമിനടുത്ത് നിന്നും ഹിരോഷിയെ കാണണമെന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ ഇറങ്ങി ഓടി പുറത്തു വരുമ്പോഴാണ് രസം. മൊണാർക്കിൻ്റെ ഒരു ഭീമൻ കപ്പലിലാണ് ഇവരിപ്പോൾ. ഔട്ട് പോസ്റ്റ് 18 സൈനിക താവള കപ്പൽ. മകൻ ഹിരോഷി എത്തി അമ്മയെ സമാനിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം കെയ്ക്കോയുടെ പൈതൃകമാണ്, ലെഗസിയാണെന്നും പണ്ട് തുടങ്ങി വെച്ച മൊണാർക്കിൻ്റെ വളർച്ചയാണ് ഇതൊക്കെയും എന്ന് അറിയിച്ചു കൊടുക്കുന്നു. എന്തായാലും കൂപ്പർ മുർഫിയെ കണ്ട പോലെ നോവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യം. ആക്സിസ് മുണ്ടിൽ നിന്ന ആ എഫക്റ്റിൻ്റെ ആവശ്യകതയിലും കെയ്ക്കോയ്ക്ക് ലീഷായുടെ ഓർമ്മയാണ്. അയാൾ സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ താൻ ഉൾപ്പെടെ എല്ലാവരെയും തള്ളിവിട്ട് രക്ഷിച്ചത്. മൊണാർക്ക് ഡെപ്യൂട്ടിയായ നഡാലിയ വെർഡുഗോയും ഏജന്റ് ടീമും എയ്പെക്സ് സൈബർനെറ്റിക്സ് ലീഡർ ബ്രൻഡയും ഈ സംഘത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ എത്തുന്നതും കെയ്റ്റും കീക്കോയുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് തിരികെ സ്കൾ ഐലൻഡിലേക്ക് പോകണമെന്നാണ്. കാരണം ലീഷ അപകട ലോകത്ത് കുടുങ്ങി കിടക്കുമ്പോൾ എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? തങ്ങളെ സേഫാക്കിയ ഷായെയും രക്ഷിക്കണമെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് കണ്ട് പക്ഷേ നഡാലിയയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടതല്ലേ കോങ്ങിൻ്റെ റാംപേജ്? അതിനെ അവിടെ നടന്ന് എന്തോ ഒരു സംഭവം ചുടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഐലൻഡിലേക്ക് തിരികെ പോയാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യം നോക്കണ്ട. മൊണാർക്കും എയ്പെക്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നത് ടിമ്മാണ്. കോങ്ങിൻ്റെ ആക്രമണത്തിൻ്റെ കാരണം ബ്രണ്ടയുടെ സമീപത്ത് നിന്നുള്ള എന്തോ തെറ്റാണെന്ന് നഡാലിയ പറയാൻ തുടങ്ങുമ്പോൾ എന്നാൽ ടിമ്മിന് സംശയം അവിടെയുള്ള നിലവിൽ സ്ഥിതി കാണിക്കുന്ന ഡ്രോൺ വിഷ്വൽസാണ്. ടിം പറയുന്നത് ഇത് കോങ് മാത്രമല്ല, ഐലൻഡിൽ തന്നെ വേറെ ഏതോ ജന്തുവിൻ്റെ കൂടി കോലാഹലമാണ് ആ കാണുന്ന നാശനഷ്ടങ്ങളൊക്കെയും. തുടക്കം മുതൽ ബേസിലെ പ്രവർത്തനങ്ങളെല്ലാം ഓരോരുത്തരെ വീക്ഷിച്ചുകൊണ്ടിരുന്ന കോങ് പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഇടഞ്ഞു? അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇപ്പോൾ ഇവർക്കെല്ലാം. ഒരു ഉത്തരം വേണ്ടേ അതിന്? നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കിടക്കാം. കസാഖിസ്ഥാനിലേക്ക് പോകുന്നതിന് 2 വർഷം മുൻപ് 1957 ഈ മൊണാർക്ക് ഫൗണ്ടേഴ്സ് 3 പേരും കൂടി ചിലിയിലെ സാന്റാ സോൾഡാഡ് എന്ന കടലോര ഗ്രാമത്തിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. സീ മോൺസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട ചില റൂമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എത്തപ്പെട്ടതായിരുന്നു അവിടെ. ചില സാഹചര്യങ്ങളിൽ കാക്കയെ കാണുന്നത് പന്തിയല്ല. അപ്പോൾ ഒരു കൂട്ടം കാക്കകളെ തന്നെ ഗ്രാമത്തിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ കണ്ടാലോ? ഏതാണ്ട് അതുപോലൊരു സംഭവമായിരുന്നു പിന്നീട് അവർക്ക് അവിടെ നേരിടേണ്ടി വന്നത്. ഗ്രാമവാസികളെല്ലാം ഈ വരുത്തരെ കണ്ട് ഒരുമാതിരി നോട്ടം നോക്കുന്ന കണ്ട് അവരവിടെ കണ്ടൊരു ബാറിലേക്ക് കയറിപ്പറ്റി. ആ ഗ്രാമത്തിലായി അവർ ചോരക്കറയുള്ള ആൾക്കാരെയും വീടുകളിലും കെട്ടിടങ്ങളിലൊക്കെ എന്തോ ഒരു തരം സിമ്പലുകൾ വരച്ചിട്ടുള്ളതായൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പുറത്തുനിന്നുള്ളവർക്ക് അവിടെ സ്വീകരണമില്ല എന്നേറെക്കുറെ മനസ്സിലാക്കിയാണ് ബാറിലേക്ക് കയറിയത്. ബില്ലുള്ളിലായി ഒരു പ്രത്യേകതരം കടൽ ജീവിയെ മൗണ്ട് ചെയ്ത് തൂക്കിയിരിക്കുന്നതായി കണ്ടു. കയ്യിലെപ്പോഴും ക്യാമറ ഇട്ട് നടക്കുന്ന ആളല്ലേ ഈ സയൻറ്റിസ്റ്റ്.
ഒരു കൗതുകത്തിൽ അടുത്തേക്ക് ചെന്ന് ആ വിചിത്ര ജീവിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ തുനിഞ്ഞതും അവിടെ ഉണ്ടായിരുന്നൊരു നാട്ടുകാരൻ ടോമസ് എടുത്ത പാടെ എന്തുവാടെ കാണിക്കുന്നതെന്ന് ചോദിച്ച് പിടിച്ചു തള്ളി. ഇവർക്കാർക്കും പുറത്തുനിന്ന് വരുന്ന ഒരു ഇഷ്ടമല്ലായിരുന്നു. കത്തിയൊക്കെ എടുത്ത് പ്രശ്നം രൂക്ഷമാകുമെന്ന് കണ്ടു നിൽക്കെ നമ്മുടെ ലീഷായ്ക്ക് സ്പാനിഷ് അറിയാം. അയാൾ സ്പാനിഷിൽ സംസാരിച്ച് ക്ഷമ ചോദിച്ച് ഒരു തരത്തിൽ സിറ്റുവേഷൻ ശാന്തമാക്കി. എന്തായാലും പിന്നീട് അവർ കുറച്ചധികം സമയത്തേക്ക് ബാറിൽ തന്നെയായിരുന്നു തുടർന്നത്. ആ മുട കാണിച്ചവൻ ടൊമാസിൻ്റെ കയ്യിൽ പച്ച കുത്തിയിട്ടുള്ള ഒരു ടാറ്റൂലായിരുന്നു പിന്നെ ബില്ലിൻ്റെ ശ്രദ്ധ. അതൊരു പേപ്പറിൽ വരച്ചു പകർത്തി കേക്കോയെ കാണിച്ചപ്പോൾ സംഭവം ഒരു കപ്പലിനെ വിഴുങ്ങുന്ന ഭീമൻ നീരാളിയുടെ കൈകൾ പോലെ തോന്നിക്കുന്ന ഒരു ചിത്രമായിരുന്നു. ആ ഗ്രാമത്തിൽ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തയായിരുന്നു ബാർ ടെൻഡറായ ലൂസിയ. അവൾ ക്യാഷ്വലായി ഇവർക്കടുത്തേക്ക് എത്തി ബില്ലിനോടൊന്ന് ഡാൻസ് കളിക്കാൻ കൂടുന്നു എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടുപോയി. തീർച്ചയായും കേക്കോയുടെ കൂടെ ചോദിച്ചുകൊണ്ടായിരുന്നു ലൂസിയ വിളിച്ചുകൊണ്ട് പോയത്. ഇല്ലേ പിന്നെ അത് വേറെ പൊല്ലാപ്പാവില്ലേ. ലീഷായ്ക്ക് കേക്കോടുള്ള ആ സ്നേഹം ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കിട്ടാക്കനിയെന്നോണം തന്നെ ഉണ്ടെന്നും എന്നാൽ ബില്ല് മൊത്തമുള്ള അവളുടെ ജീവിതത്തിൽ താൻ സന്തോഷവാനാണെന്നുമുള്ള അവൻ്റെ ഒരു മനസ്സിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ വെച്ചാണ്. ലൂസിയ ബില്ലിനെ ഡാൻസ് കളിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയതിന് പിന്നിൽ ഉദ്ദേശം വേറെയായിരുന്നു. അതെന്താണെന്ന് നമുക്കറിയാം. അതിനു മുന്നേ ഇപ്പോൾ പ്രസൻറ്റിൽ സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തിയുള്ള കേക്കൊക്കെ അടുത്തേക്ക് എങ്ങും പോകാതിരിക്കുന്ന ഹിറോഷി പുള്ളിക്കടുത്തേക്ക് മകൾ കെയ്റ്റ് എത്തുന്നത് ഒരു തീരുമാനം അറിയിക്കാനാണ്. ലീഷയെ രക്ഷിച്ചേ പറ്റൂ. കാരണം അവൾക്കും അയാളുടെ കടപ്പാടുണ്ട്. മക്കളായ തന്നോടും കെൻഡാരിക്കൊപ്പവും ചേർന്ന് പിതാവിനെ കണ്ടുപിടിക്കാൻ വഴിതെളിച്ച് സഹായിച്ചത് അദ്ദേഹമായിരുന്നു. ആ നന്ദി ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഒരു കാര്യം മുന്നേ കെൻഡാരിയോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ആക്സിസ് മുടിയിൽ വെച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച വഴിക്ക് 100 അടി താഴ്ചയിലാണ് ഷാ വീണത്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ എന്തുറപ്പാണ്. എന്നാൽ സത്യാവസ്ഥ ലീഷ മരിച്ചിട്ടില്ല. അയാൾക്ക് ആ വീഴ്ചയേക്കാൾ വേദനയായിരുന്നു കൺമുന്നിൽ നിന്ന് ആ രക്ഷാമാർഗം മാഞ്ഞു പോയത്. കെൻഡാരോ ഹിരാഷിക്കൊപ്പം കൂടിയതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം കേറ്റിനെയും മെയ്യും ഒക്കെ തിരികെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്ന തീരുമാനത്തിലായിരുന്നു. അതിപ്പോൾ നടന്നതോടെ ഇനി മൊണാർക്കിൻ്റെ പ്ലാൻ ഇവരെ തിരിച്ച് ടോക്കിയോയിലേക്ക് എത്തിക്കുക. അവിടെ കുറച്ച് മെഡിക് ടെസ്റ്റൊക്കെ ഉണ്ട്. ആക്സിസ് മുടിയിൽ നിന്ന് എത്തിയതല്ലേ, അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. എന്നാൽ കേറ്റ് ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് നിൽക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ലീഷായെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതിന് കെൻഡാരോ ഒടുവിൽ എഗ്രി ചെയ്തപ്പോൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഹിറോഷി അതിനെതിരാണ്. കാരണം ജീവന ഭീഷണിയാണ് ഇപ്പോൾ ഐലൻഡിലേക്ക് പോവുക എന്നത്. കേറ്റ് ഇവിടെ ഇമോഷണൽ ആവുന്നൊരു കാര്യം G-Day ഗോഡ്സില്ല സാൻ ഫ്രാൻസിസ്കോ ആക്രമിച്ച ആ ദിവസത്തിന് ശേഷം പിന്നെ 1 വർഷത്തോളം സ്വന്തം അച്ഛനെക്കുറിച്ചൊരു വിവരം ലഭിച്ചിട്ടില്ല. വിഷമിച്ചിരുന്ന ആ സമയത്ത് സഹായമായത് ഈ ലീഷായാണ്. ഹിരോഷിയുടെ മനസ്സിലും കുറ്റബോധമുണ്ട് താനൊന്നിനൊരു ക്ലാരിറ്റി കൊടുക്കാഞ്ഞതിൽ. അങ്ങനെ ഒടുവിൽ പോവുകയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകേണ്ടെന്ന് ഹിരോഷിയും ആ സാഹസിക അറ്റംപ്റ്റിന് തയ്യാറാകുമ്പോൾ കപ്പലിലെ മറ്റൊരു ക്യാബിനിൽ ഒറ്റയ്ക്കിരിക്കുന്ന മെയ്യെ നമ്മൾ കാണാതെ പോരുത്. ബോസായിരുന്ന ബ്രണ്ടാവെന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുഖവിവരം ചോദിക്കാനുള്ള വന്നിട്ടുള്ളതെന്ന് വ്യക്തമായി അവർക്കറിയാം. ബ്രണ്ട പറയുന്ന കാര്യം ആക്സിസ് മുണ്ടിൽ നിന്ന് തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 2 കൊല്ലത്തിനിടയ്ക്ക് നടത്തിയ ചെലവും പ്രയോജനവും കണക്കറ്റതാണ്. അതെല്ലാം സൂപ്പർവൈസ് ചെയ്ത തൻ്റെയും ഏപെക്സ് സൈബർനെറ്റിക്സിൻ്റെയും ലക്ഷ്യം വേറൊന്നുമല്ല, ടൈറ്റൻസുമായി കോഎക്സിസ്റ്റ് ചെയ്ത് വാഴുന്ന ഒരു ലോകമാണ്. G-Day പോലെ ഇനിയും സംഭവിക്കാതെ സഹവസിച്ച് പോകാൻ കഴിയുന്ന ഒരൊറ്റ ലോകം. മെയ്ക്ക് മുന്നിലുള്ള 2 വഴി, ഒന്നുകിൽ കൂട്ടുകാരമൊത്ത് ശിഷ്ടകാലം ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ കഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ അവളുടെ കഴിവ് വെച്ച് വരാൻ സാധ്യതയേറിയ ഭവിഷ്യത്തുകളെ ഇല്ലാതാക്കി സമാധാനവും ശാന്തിയും കൊണ്ടുവരാം. അതിന് തയ്യാറെങ്കിൽ മെയ്ക്ക് സംഘത്തിലൊരു സ്ഥാനമുണ്ടെന്ന് പറഞ്ഞ് ഒരു ജോബ് ഓഫർ കൊടുക്കുന്നതിലും അവളത് നിരസിക്കുകയാണ് ചെയ്യുന്നതെന്ന് കേറ്റുമായിട്ടുള്ള സംസാരത്തിൽ മനസ്സിലാക്കാം. ബ്രണ്ടയ്ക്ക് വേണ്ടത് മെയ്യുടെ കോഡിംഗ് ആൻഡ് ഹാക്കിംഗ് ബുദ്ധി വെച്ചിട്ട് കുറേ പ്രോഗ്രാമിങ്ങും മറ്റും നടത്തണം. എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം സ്വയം ഏറ്റെടുക്കാൻ തന്നെ. സ്കൾ ഐലൻഡിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുന്ന കാര്യം മെയ്യെ അറിയിച്ച് അവളതിന് സഹായിക്കണമെന്ന് കേറ്റ് പറയുമ്പോൾ അത് ടിമ്മിനെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത്. മൂവരും പതുങ്ങി കപ്പലിൽ നിന്ന് സപ്ലൈസും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് CCTVയിൽ കാണാതെ നോക്കണം. സദാസമയം കൺട്രോൾ റൂമിൽ ക്യാമറയെ ചുറ്റിപ്പിരിഞ്ഞുള്ള ടിമ്മിനെ മെയ് ചെന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നതിലൂടെ അവരാ ഭാഗം വിജയിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരം അത് ആ മെയ്യും ഓടി വന്ന് നിൽക്കുന്നു. അപ്പോൾ സംഘത്തിൻ്റെ എണ്ണം 4 ആയിരിക്കുകയാണ്. അങ്ങനെ അവർ ആ ബീബൻ കപ്പലിൽ നിന്നും ലീഷയെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി വീണ്ടും ഘോരമായ കൊടുങ്കാറ്റ് പോലെ മൂടിക്കിടക്കുന്ന വലയവും താണ്ടി സ്കൾ ഐലൻഡിലേക്ക്. ഹാലിളകി നിൽക്കുന്ന കോങ്ങും ഭീകരജീവികളും വിഹരിക്കുന്ന ആ ഇരുണ്ട ദ്വീപിൻ്റെ കര വീണ്ടും തൊടുമ്പോൾ ഇനിയാണ് കളി മാറാൻ പോകുന്നത്. കാരണം ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത എന്തോരം കടമ്പകൾ താണ്ടിയാണ് ഇനി ആ ബേസിലേക്ക് എത്തിച്ചേരേണ്ടത്, അതും നടരാജ വണ്ടിയിൽ. നടന്ന് വൈകാതെ തന്നെ അവർ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ലാൻഡിൽ പറന്നു നടക്കുന്ന ഭീമൻ പക്ഷിയെ കണ്ട് ഒളിക്കുമ്പോൾ എന്നാൽ അതിലും ഭീകരമായ വവ്വാലിനെ പോലുള്ള മാരകമായ മറ്റൊരു പക്ഷി വന്നതിനെ കൊല്ലുന്നു. അതും വായിൽ നിന്നും ഇലക്ട്രിസിറ്റി പോലെ ഒരുതരം ഷോക്ക് അടുപ്പിച്ചുകൊണ്ടൊക്കെ. വൈകാതെ ഇവരുടെ മുന്നിലെത്തി ഒരു പുഴുവിനെയും തോണ്ടിയെടുത്ത് തിന്നുകൊണ്ട് പോകുന്നതിലൂടെ നമുക്ക് ആ ഭീകര വവ്വാലിനെ കുറച്ചുകൂടി അടുത്ത് കാണാം. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അവിടാണ് ദ റിയൽ പ്രോബ്ലം. എന്തിൻ്റെ മുന്നിൽ പെടരുന്നു കരുതിയോ അതിൻ്റെ മുന്നിൽ അല്ല പിന്നിൽ തന്നെ ചെന്നെത്തി നിൽക്കുകയാണ്. ആശാൻ്റെ കൂർക്കം വലി പോലും ഒരു ഗർജനം പോലാണ്. മെല്ലെ ശബ്ദമുണ്ടാക്കിയ 4 പേരും കൂടി ശ്വാസം അടക്കി പിടിച്ച് നടക്കുമ്പോഴാണ് കോങ്ങിൻ്റെ ഒരു ഞെളിപിരി. കേറ്റിൻ്റെ കാറ്റ് ഇപ്പോൾ പോയനെ, എന്തായാലും ഭാഗ്യമുണ്ട്.
കോങ്ങിനെ തോണ്ടാതെ താണ്ടിയ ആശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കപ്പലിൽ കെയ്ക്കോ സെഡേഷൻ്റെ എഫക്റ്റ് വിട്ടുമാറി പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടാണ് ടിം അടുത്തേക്ക് ചെല്ലുന്നത്. അയാൾക്ക് വലിയ ആരാധനയും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. കാരണം മൊണാർക്കിൻ്റെ ഫൗണ്ടറല്ലേ മുന്നിൽ നിൽക്കുന്നത്. പുതിയ ടെക്നോളജിയും സാറ്റലൈറ്റിലൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ ഹോട്ട്സ്പോട്ടുകളും മറ്റും റിയൽ ടൈമിൽ വീക്ഷിക്കുന്ന സിസ്റ്റംസ് ഒക്കെ കണ്ട് സംസാരിച്ച് കെയ്ക്കോ തനിക്കും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എന്ന് പറയുമ്പോഴാണ് ടിമ്മിൻ്റെ വർത്താനം. സഹായിക്കാനോ? ഇതെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കി ഇത്രയും കാലം കാത്തിരുന്നത്, ഞങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട്. കെയ്ക്കോ തുടങ്ങി വെച്ച പ്രോജക്റ്റ് ഇപ്പോൾ എത്രമാത്രം വിപുലമായിരിക്കുന്നെന്നും തൻ്റെ ഇപ്പോഴത്തെ പ്രാധാന്യവും അവിടെ റിയലൈസ് ചെയ്യുമ്പോൾ വൈകാതെ നടാലിയുമായി കഴിഞ്ഞ രാത്രിയിലെ ആ കോങ്ങിൻ്റെ കോലാഹല സമയത്തുള്ള ഫൂട്ടേജ് പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. കെയ്ക്കോ റിവൈൻഡ് അടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് നോക്കുമ്പോൾ ഒരു പ്രത്യേക ജീവി മിന്നിപ്പാഞ്ഞു പോകുന്നു. ഇത് കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കോങ് അതിൻ്റെ ഐലൻഡ് സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് കെയ്ക്കോ പറയുമ്പോൾ ആ മിന്നി പറഞ്ഞ ജീവി എന്താണെന്നറിയാമോ? 1957 ചിലിയിലെ ഗ്രാമത്തിലെ ബാറിൽ തൂക്കിട്ടതായി കണ്ട അതേ ജീവി. അന്ന് ബാർട്ടൻഡർ ലൂസിയ ബില്ലിനെ ഡാൻസിന് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവൾ പറഞ്ഞത് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എന്നായിരുന്നു. പക്ഷേ എന്ത് കാരണത്താലാണ് വന്നത് എന്ന ചോദ്യത്തിന് ബില്ലൊരു പുളു ഇറക്കി. മൊത്തത്തിൽ എന്തൊക്കെയോ നിഗൂഢത മനസ്സിലാക്കി അവൻ പറഞ്ഞ കഥ താനൊരു നാവികനായിരുന്നു. കുറേ നാൾക്ക് മുന്നേ കടലിൽ വെച്ച് കപ്പലൊരു അസാധാരണ കടൽ ജീവിയാൽ തകർക്കപ്പെട്ടു. കപ്പലിലുണ്ടായിരുന്ന സംഘത്തിലെ കുറേ പേർ മരിക്കാനിടയാക്കിയ ആ ഒരു കാരണത്തെക്കുറിച്ച് അറിയാൻ തേടി വന്നതാണെന്ന് ബിൽ പറഞ്ഞപ്പോൾ അവിടെ ലൂസിയുടെ വായിൽ നിന്നും ഒരു കാര്യം ഷുവറായി. അങ്ങനെ എന്തോ ഒരു കടൽ രാക്ഷസൻ അവിടെ ഉണ്ട്. കാരണം ഈ ബ്ലഡി ഗ്രാമവാസീസ് എല്ലാം അതിനെ ദൈവമായി ആരാധിക്കുന്നവരാണ്. ലൂസി ഉൾപ്പെടെ പച്ച കുത്തിയിട്ടുള്ള സിമ്പലും ആ തൂക്കിയിട്ടിരിക്കുന്ന ജീവിയുമൊക്കെ അതിൻ്റെ പ്രതീകമാണ്. ലൂസിയുടെ സംസാരത്തിൽ നിന്ന് അവളും ചെറുപ്പത്തിലെ എപ്പോഴോ അവിടേക്ക് ചേക്കരി താമസമാക്കിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ രാത്രി എല്ലാം കഴിഞ്ഞ് ഒരൊഴിഞ്ഞ മുക്കിലായി മൂവരെയും ലൂസിയെ കണ്ടുമുട്ടി. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നൽകാം, പക്ഷേ പിന്നൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം എന്നൊരു ഡീലിൽ. ലൂസിയ ഭാവം അവർക്കൊരു ബോട്ട് വരെ സെറ്റാക്കിയിട്ടിരുന്നു. അവൾ അന്നിവരെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറേ ശിലാലിഖിതങ്ങളും ചിത്രപ്പണികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു ചരിത്രമായിരുന്നു. ആ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ദൈവത്തിൻ്റെ കഥ. എൽ ഗ്രാൻ ഡയോസ് ഡെൽമാർ, ദ ഗ്രേറ്റ് ഗോഡ് ഓഫ് ദ സീ, ഒരു ഭീമൻ കടൽ സർപ്പം. ആ ദൈവത്തെ ഭയഭക്തിയോടെ കണ്ടാൽ കടൽ കനിയും, അവർക്ക് അന്നം തരും. എന്നാൽ അസ്വസ്ഥപ്പെടുത്തിയാൽ നാശവും. കെയ്ക്കോ അന്ന് കണ്ടു ഒരുതരം നീരാളിയെപ്പോലെ കൈകളുള്ള അവരുടെ ആ ദൈവത്തിൻ്റെ ചിത്രം. ഇതിനെ ചുറ്റിപ്പറ്റി നടക്കാറുള്ള ഒരുതരം വലിയ വണ്ടുകളുടെ കൂട്ടത്തിലെ ഒന്നിനെയായിരുന്നു ബാറിൽ തൂക്കിയിട്ടതായി കണ്ടത്. നമുക്കതിനെ സ്കരാബ് എന്ന് വിളിക്കാം. അങ്ങനെ ആ യാത്രയിൽ കെയ്ക്കോ ബാറിൽ വെച്ച് കണ്ട ആ ജീവിയെ ഇപ്പോൾ CCTVയിൽ കണ്ട് തരിച്ചു നിൽക്കുമ്പോൾ കേവലം ഇത്ര ചെറിയ ജീവിയെ എന്തുകൊണ്ട് കോങ് പേടിക്കണമെന്ന സംശയം ടിമ്മിന്. ഇതൊന്നല്ല, ഒരു കൂട്ടമായാണ് വരിക എന്ന് പറഞ്ഞു നിൽക്കെ ഹിരോഷി സംഘവും കപ്പലിൽ നിന്ന് ചാടിയതായി അവിടെ ഉള്ളവരും കണ്ടെത്തുന്നു. ഒപ്പം സപ്ലൈസും ബോട്ടും മിസ്സിംഗ് ആണെന്നറിയുന്നതോടെ കെയ്ക്കോയ്ക്ക് ഉറപ്പായി അവർ സ്കള്ളയിലേക്ക് പോയത് തന്നെയാണ്. അപകടം ഇപ്പോൾ ഡബിൾ മടങ്ങാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള കെയ്ക്കോ നടാലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചങ്ങനെ മനസ്സിലാ മനസ്സോടെ ഹെലികോപ്റ്ററുകളിലായി അയലിലേക്ക് പറക്കുന്നു. കൊടുങ്കാറ്റ് പോലെ മൂടി നിൽക്കുന്ന ആ വലയം, സ്റ്റോം വാൾ, മിന്നൽ പിണരുകളും പ്രകമ്പനങ്ങളൊക്കെയായി ശക്തി പ്രാപിച്ചു വരുന്നത് കണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന കരുതലിൽ അവർ ഉള്ളിലേക്ക് കടക്കുന്നു. കെയ്റ്റും സംഘവും ഒടുവിൽ ബേസിലേക്ക് എത്തുമ്പോൾ മൊത്തം വിചാരിച്ച പോലെ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്ത് പോർട്ടൽ ഉണ്ടാക്കുക. ഈ വോം ഹോൾ പോർട്ടലിനെ പറയുന്ന പേര് വൈൽ വോർട്ടെക്സ് എന്നാണ്. അങ്ങനെ പേടകം അതിലൂടെ കടത്തിവിട്ട് ഷായ്ക്ക് തിരിച്ചെത്താനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇവരുടെ പ്ലാൻ. എന്നാൽ ആ പേടകത്തിന് ചെറിയ ചടക്കും പിളക്കൊക്കെ ഉണ്ട്. പോരാത്തതിന് നോ ഇലക്ട്രിസിറ്റി. കോങ്ങിൻ്റെ കടന്നുവരവിൽ വൈദ്യുതി മൊത്തം താറുമാറായിട്ടുണ്ട്. ഉള്ളിലെ പവർ ബാക്കപ്പ് ജനറേറ്റർ പ്രവർത്തിക്കാൻ സാധിച്ചാലേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ബേസിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് കെൻഡാരോയ്ക്ക് അത് എവിടെയാണെന്ന് അറിയാം. അങ്ങനെ അവൻ പോകാമെന്ന് നിൽക്കുമ്പോൾ ഒപ്പം മെയ്യേയും കൂട്ടി ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹിരോഷി പേടകത്തിൻ്റെയും ഡിവൈസിൻ്റെയൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ കെയ്റ്റിന് ഇതൊരു നല്ല അവസരമാണ് അച്ഛനോട് ചോദിക്കാൻ ആ രണ്ടാമത്തെ കുടുംബത്തെക്കുറിച്ച്. തന്നെ അമ്മയും വേണ്ടാഞ്ഞിട്ടാണോ ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയെന്ന് ചോദിച്ചവിടെ പരിഭവം ദേഷ്യം പ്രകടമാകുമ്പോൾ ഹിരോഷി കെൻഡാരയുടെ അമ്മയുമായി ഒന്നിച്ചതിൻ്റെ പ്രധാന റീസൺ അവരും മൊണാർക്കിലെ ഒരു ഓപ്പറേറ്റീവ് ആയിരുന്നു. തൻ്റെ ഉള്ളിലെ ഈ രഹസ്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാൾ കൂടെയുള്ളതൊരു സപ്പോർട്ടാവണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടായിപ്പോയതാണ് ആ റിലേഷൻ. ഇനി ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ജനറേറ്റർ നോക്കി പോകുന്ന ഇരുവരും അത് കണ്ടെത്തി ഓൺ ചെയ്ത് കറണ്ട് വരുന്നതും അവിടെ പതിയിരിക്കുകയായിരുന്ന മറ്റൊരു ഭീകരജീവി, ഒരുതരം ഉടുമ്പിന് ചെന്നായിലുണ്ടായ പോലത്തെ ഒരു ജീവി. അതിവരെ ആക്രമിക്കാൻ ചാടി വന്ന് ഒരു തരത്തിൽ കെൻഡാരോ അതിനെ വീഴ്ത്തി പുറത്തേക്ക് ഓടിയെത്തി ഇനി അധികം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് അറിയിക്കുന്നു. കറണ്ട് വന്നതോടെ പേടകവും ഡിവൈസും ചാർജായി വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്സിസ് മുണ്ടിലേക്ക് പോകാൻ ഇനി വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ അവിടേക്ക് ഹെലികോപ്റ്ററുകൾ വരുന്നത് കണ്ട് ഹിരോഷി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അറപ്പോടെ അങ്ങനെ നിൽക്കുവാണ്. കാരണം ഈ കഴിഞ്ഞ 2 കൊല്ലം കെയ്റ്റിനെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരാൻ പരീക്ഷണം മൊത്തം നടത്തിയവരിൽ ഒരാളെയാണ്. അതുകൊണ്ട് വ്യക്തമായി അറിയാം ഈ സംഭവങ്ങളൊന്നും എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒപ്റ്റിമലായി പ്രവർത്തിക്കണമെന്നില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ആപത്തുകളുണ്ടാക്കും.
നമുക്ക് തിരിച്ചു പോകാമെന്ന് കേറ്റിനോട് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കുമ്പോൾ അവളുടെ വീറും വാശിയും വീണ്ടും നമ്മൾ കാണുവാണ്. തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ ചെയ്തെടുത്തല്ലേ ഇത് ഇത്രയും. ഇപ്പോൾ തനിക്ക് ലീഷയെ രക്ഷിക്കാൻ ഇത് ചെയ്തേ മതിയാകും. കാരണം അന്ന് അവിടെ വെച്ച് ബോംബ് ഹോളിലേക്ക് വീണുപോയ കേറ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷായും ഒപ്പം പെട്ടുപോയത്. വൈകാതെ നടാലിയും ടീമും കെയ്ക്കോയും എത്തി കുറച്ച് സമയത്തിനുള്ളിൽ സ്റ്റോം വാൾ ശുഭിതമാകും. അതിനുള്ളിൽ പുറത്തു കടന്നില്ലെങ്കിൽ പിന്നെ അത് നടക്കത്തേയില്ല എന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കെയ്ക്കോ ആകട്ടെ, ഇപ്പോൾ നീ ഈ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്താൽ മറ്റൊരു ടൈറ്റൻ മോൺസ്റ്റർ അഴിച്ചുവിടുക കൂടിയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ലോകത്തിന് തന്നെ നാശമായേക്കാം. ഇനിയും കുടുംബത്തിൽ ഓരോരുത്തർ നഷ്ടപ്പെടുന്നത് കാണാനുള്ള ത്രാണിയില്ല എന്ന് കെയ്റ്റിനോട് പറയുന്നതിന് പിറകെ ഹിരോഷിമയെ അനുകൂലിച്ച് വരാൻ പറഞ്ഞു നിൽക്കുമ്പോൾ അവൾ ചെയ്യുന്നതോ ഓടിപ്പോയ ഡിവൈസ് എനേബിൾ ആക്കുവാണ്. എല്ലാവരും നോക്കി നിൽക്കെ വൈൽ വോർട്ടെക്സ് പ്രത്യക്ഷപ്പെട്ട് അതിലേക്ക് പൊസിഷനുള്ള പേടകത്തെ വലിച്ചുകൊണ്ട് പോകുന്നതും മറ്റൊരാൾ ഉണരുവാണ് അവിടെ. കോങ്. ആ ഭീമൻ അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ പാസ്റ്റിലും പ്രസലിലും പോകുന്ന നിർത്തി നമുക്ക് ആക്സസ് മുഡിലേക്ക് ഇനി പോവാം. ലീഷ അവിടെയുള്ള പ്രത്യേക പ്രദേശത്തോടെ നടക്കവേ മുന്നിലൊരു ഭീഷണി വന്ന് നിൽക്കുവാണ്. പന്നിയുടെ സാദൃശ്യമുള്ള ഒരു നീച മൃഗം, ബ്രാമ്പിൾ ബോർ. ആദ്യ സീസണിൽ കെയ്ക്കോ ആക്രമിക്കുന്നതായി കാട്ടുന്നതും ഈ പന്നിയാണ്. ലീഷയുടെ കൈ വല്ലതും ഉണ്ടോ? ഉള്ള ഒരു പേന കത്തി ചൂണ്ടി അങ്ങനെ പതറി നിൽക്കുമ്പോഴാണ് വൈൽ വോർട്ടെക്സ് പ്രത്യക്ഷമായി അതിൽ നിന്ന് പേടകം പുറത്തേക്ക് വന്ന് പതിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട് പന്നി പതറി ഓടുമ്പോൾ ലീഷായി ഓടുവാണ് സകല ദൈവങ്ങളെയും വിളിച്ച് ആ പേടകത്തിനടുത്തേക്ക്. കാരണം ജീവിതം മുടിഞ്ഞു എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഒരു വഴി എത്തുന്നത്. എന്നാൽ ആ ഒരു പ്രഭാവത്തിൽ അവിടെ അവർ ഒറ്റയ്ക്കെല്ലാം തിരിച്ചറിയുവാണ്. ദൂരെയായി ഒരു കൂറ്റൻ മല പിളർന്ന് നീല പ്രകാശം വരാൻ തുടങ്ങുന്നതും എങ്ങാണ്ടൊക്കെ നിന്ന് കുറേ വണ്ടുകളുടെ കൂട്ടം, സ്കരാബ്സ് ആണത്. അതെല്ലാം കൂടി ആ മലയ്ക്കടുത്തേക്ക് വെച്ച് പിടിക്കുന്നു. ഇതിനിടയിൽ ആ പേടകത്തിൽ ഷാ കയറി പറ്റുന്നതും ചില വണ്ടുകൾ അതിനെ പൊതിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നെങ്കിലും മോന്തക്കിട്ട് പഞ്ചു കൊടുത്ത് ഉള്ളിൽ കയറി പേടകം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും തിരികെ പോർട്ടലിലേക്ക്. എന്നാൽ കടക്കു മുന്നേ ലീഷ കാണുന്ന കാഴ്ചയോ ആ മല പൊട്ടിത്തകർന്ന് അതിൽ നിന്നൊരു വമ്പൻ ഭീമൻ ടൈറ്റൻ പുറത്തു വരുവാണ്. നീരാളിയുടെ പോലെ കുറേ ടെൻഡക്കിൾസുള്ള പുതിയ ടൈറ്റൻ. പേടകത്തിന് മുന്നേ തന്നെ ആ ടൈറ്റൻ പോർട്ടലിലേക്ക് കടക്കുന്നതും റിയൽ വേൾഡിലേക്ക് അത് ആഗമിക്കാൻ തുടങ്ങുന്നു. അവിടെ ഉള്ളവർക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായി പുതിയത് ഇടങ്ങാറാണെന്ന്. എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ തത്രപ്പെടുന്നതിനിടെ കീക്കോ അവിടെ സ്റ്റക്കായി നിന്നു പോവാണ്. കാരണം അവരുടെ ധാരണ ശരി തന്നെയായിരുന്നു. ആ സ്കറാബിനെ കണ്ടപ്പോൾ മനസ്സിൽ വന്ന എൽ ഗ്രാൻഡ് ഡയോസ് ഡെൽമാർ, ആ ദൈവമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു കടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള അതിൻ്റെ ടെൻഡക്കിൾസിൻ്റെ വീശലിൽ അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവം. നടാലിയെ വിടുകയെ അതടിച്ച് തെറിപ്പിക്കുന്നു. ആ ആഘാതം അവരുടെ ജീവനെ പോലും നഷ്ടപ്പെടുത്തുന്ന ഒന്ന്. ആ പുതിയ ടൈറ്റൻ എക്സ് അത് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒട്ടും വൈകാതെ അവിടുന്ന് പിന്തിരിഞ്ഞ് പോകുമ്പോൾ ലീഷ ഇന്നേരം പേടകത്തിനുള്ളിൽ പതിയിരുന്ന മറ്റൊരു സ്കരാബിനെ പൊട്ടിച്ച് ഒടുവിൽ തിരികെ എത്തിച്ചേരുന്നു. കോങ് അവിടേക്ക് എത്തുന്നതും ഇതേ സമയം തന്നെ. ലീഷ ആകട്ടെ ഉള്ള തലവറക്കം വെച്ച് ഇറങ്ങി ഓടി മറ്റുള്ളവരുടെ സഹായത്തോടെ ഹെലികോപ്റ്ററിലേക്ക് കയറി അവിടുന്ന് എല്ലാവരും എസ്കേപ്പ് ആവുമ്പോൾ കോങ്ങിൻ്റെ അരിശവും ആ അരിശത്തിൽ ഡിവൈസ് പൂർണ്ണമായി തകർത്തതുമെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ തിരിച്ചുപോക്ക്. നടാലിയെ നഷ്ടപ്പെട്ടെന്നറിയിച്ച് കോപ്റ്ററിൽ പറക്കുമ്പോൾ കോങ് ഇപ്പോൾ നെട്ടോടത്തിലാണ്. ഐലൻഡിൽ പുതിയൊരു ഭീഷണി ഉയർന്നപ്പോൾ അതിനെ പിടിക്കാൻ അടുത്തുവരെ എത്തുമ്പോഴേക്കും ആ ടൈറ്റൻ കടലിലേക്ക് മുങ്ങി മറയുന്നു. അക്വാട്ടിക്കായിട്ടുള്ള ഒരു പുതിയ ടൈറ്റനെ വിളിച്ച് വരുത്തിയതും പോരാ, ഇപ്പോൾ അതിനെ കയ്യിൽ കിട്ടാതെ പോകുമ്പോഴുള്ള ആ ഒരു കോപവും ദേഷ്യവും ജ്വലിച്ചുകൊണ്ടുള്ള കൊലവരിയുടെ തിരിഞ്ഞുള്ളൊരു നോട്ടമുണ്ട്. അത് കണ്ട് കേറ്റിൻ്റെ കുറ്റബോധം പേരുള്ള മുഖവും. ഈ ഒരു ടെറിഫിക് മൊമെൻറ്റിൽ മോൺസ്റ്റർ ലെഗസിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ചവിട്ടുമ്പോൾ സ്കൾ ഐലൻഡിലെ അധിപൻ എന്ന സമാനത്തോടുള്ള നിലനിൽപ്പിന് ഒരു അന്ത്യമായിരിക്കുകയാണ് കോങ്ങിന്. കടലിലേക്ക് മുങ്ങിപ്പോയ ടൈറ്റനെക്സിനെ കോങ്ങിന് പിടിക്കാൻ കഴിയില്ല. പിന്നാർക്ക് പറ്റും? ഗോഡ്സില്ല. നടാലിയെ നഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിൻ്റെ പഴിയും കേറ്റിന് മാത്രമുള്ളതാണ്. അവൾ തന്നെ ഡീൽ ചെയ്യുന്നത് കടുപ്പമേറിയ കാര്യവും. മൊണാർക്കിൻ്റെ ഡെപ്യൂട്ടി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഇനി ആ സ്ഥാനത്തേക്ക് പുതുതായി വരുന്നത് ആരായിരിക്കും? ഒരു കാര്യം, ഇതെല്ലാം നടക്കുന്നത് കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സും കിങ് ഗിഡോറയും തമ്മിലുള്ള ലോകാവസാനത്തിന് അടുത്തുവരെ എത്തിയ വൻ പോരാട്ടത്തിന് 2 വർഷങ്ങൾ മുമ്പ് നടക്കുന്നതാണ്. മോൺസ്റ്റർ വേഴ്സിൽ ആ ഒരു ഇവൻറ്റുമായി എങ്ങനെ ഇപ്പോൾ നടക്കുന്നതെല്ലാം കണക്റ്റ് ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. ബ്രൻഡ മെയ്യുടെ കോഡിംഗ് കഴിവുകൾ വെച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നൊരു ഓഫർ നൽകി. ഇനി ഒരു ജീടയും ഉണ്ടാകാതെ ലോകത്തെ നിലനിർത്താം എന്ന് പറഞ്ഞിട്ട്. ഇതിവിടെ ജസ്റ്റ് ഒരു വിത്തിട്ടതാണേലും അവരുടെ ഉദ്ദേശം എന്താണെന്ന് പിന്നീടുള്ള ടൈം ലൈൻ മൂവീസിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. മെക്ക ഗോഡ്സില്ല. കേറ്റിനും ടീമിനും തിരിച്ചെത്താനുള്ള പോർട്ടൽ തുറക്കപ്പെട്ടപ്പോൾ കോങ് ക്ഷുഭിതനായിട്ട് പ്രധാന കാരണം അതിനറിയാം. ആ പോർട്ടൽ വഴി ടൈറ്റൻ എക്സോ മറ്റ് ടൈറ്റനുകളോ അവിടേക്ക് എത്തിച്ചേരുമെന്ന്. ടൈറ്റൻ എക്സിനെ ചുറ്റിപ്പിരി നടക്കുന്ന ഒരുതരം പാരസിറ്റിക് ബഗ്ഗുകളാണ് ആ സ്കറാബ്സ് എന്നുള്ളത്. ആദ്യ തവണ ബോംബ് ഹോൾ തുറക്കപ്പെട്ടത് വഴി ആക്സിസ് മുണ്ടിൽ നിന്ന് എത്തപ്പെട്ട കുറച്ച് സ്കറാബുകളായിരുന്നു കേക്ക് ഓഫ് ഫൂട്ടേജിലായി കണ്ടത്. രണ്ടാമത്തെ തവണ ലീഷായ്ക്കൊപ്പം ടൈറ്റൻ എക്സ് ഭൂമിയിലേക്ക് എത്തിയതോടെ വീണ്ടും ആ വണ്ടുകൾ കുറേ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടൈറ്റനുകളെ ജനം ദൈവമായി കാണുന്നത് പുതിയ കാര്യമല്ല. 1957 ഗ്രാമവാസികൾ ആരാധിച്ചിരുന്നതായി കണ്ട ഈ ടൈറ്റൻ പിന്നീട് ആക്സിസ് മുണ്ടിലേക്ക് എങ്ങനെ തളയ്ക്കപ്പെട്ടു എന്നതിപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഗോഡ്സിലെയോ കോങ്ങിൻ്റെ ആൻസിസ്റ്റേഴ്സിൻ്റെയോ മറ്റു ഇടപെടൽ മൂലം നടന്നതായിരിക്കാം ഇത്.
എന്തായാലും ടൈറ്റൻ എക്സ് ചില്ലറക്കാരൻ മോൺസ്റ്റർ ഒന്നുമല്ല, ഇൻ്റലിജൻ്റ് ആണ്. മറ്റു ടൈറ്റനുകളുടെ ശബ്ദവീചികൾ അനുകരിക്കാനാകും. ഇരകളെ വശീകരിച്ചുവരുത്തുന്ന പക്ക ക്രിമിനലാണ് അവൻ. എന്തായാലും ടൈറ്റൻ എക്സിനെ കുറിച്ച് ഇനിയും നമ്മൾ അറിയാൻ ഏറെയുണ്ട്. മോൺസ്റ്റർ വേഴ്സിൽ ഒരു പുതിയ മോൺസ്റ്ററിൻ്റെ വരവ് കാട്ടി ഉജ്ജ്വലൻ തുടക്കം തന്നെയാണ് രണ്ടാം സീസൺ ആദ്യ എപ്പിസോഡിൽ ഇറക്കിയിട്ടുള്ളത്, നോ ഡൗട്ട്. ഒട്ടും ലാഘടിപ്പിക്കാതെ എഡ്ജ് ടു സീറ്റ് അനുഭവമായിരുന്നു ഈ പ്രീമിയർ. എന്തായാലും നിങ്ങളുടെ ടൈറ്റാനിക് തോട്ട്സ് പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയുമായി ഒരു പുതിയ ദിവസം വീണ്ടും കാണാം സുഹൃത്തുക്കളെ.